എൻ്റെ പേര് അഭിഷ. ഇതെൻ്റെ അമ്മ വിജയ. ഞങ്ങൾ കോഴിക്കോട് കുരാച്ചുണ്ട് ഗ്രാമപഞ്ചായത്തിൽ നിന്നാണ് വരുന്നത്. ഞാൻ 2025 മാർച്ച് 18-നാണ് ആദ്യത്തെ ഉടമ്പടി എടുക്കുന്നത്. മെയ് 18-ന് ഞാൻ ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തിരുന്നു. അതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഇൻഡിഗോ എയർലൈൻസിലെ ഗ്രൗണ്ട് സ്റ്റാഫായിട്ട് ജോലി ലഭിച്ചു. ഈ അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ സന്നിധിയിൽ അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എന്നെ ഉയർത്തിയതിന്, എൻ്റെ കുടുംബത്തിനെ ഉയർത്തിയതിന് കോടാനുകോടി നന്ദി ഈശോപ്പയ്ക്കും അമ്മ മാതാവിനും ഞാനിവിടെ പറയുകയാണ്. ഞാൻ ഇതിനു മുന്നേ കുറേ തവണ ജോലിക്ക് ശ്രമിച്ചിരുന്നു. പലപ്പോഴും ആയിട്ട് കുറേ കടമ്പകളും കുറേ സ്ട്രഗിൾസും ഒക്കെ ആയിട്ട് ഫുള്ള് തടസ്സങ്ങളായിരുന്നു. അപ്പോൾ ഒന്നും ആദ്യം ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നെങ്കിലും എനിക്ക് ഇത്രയധികം വിശ്വാസത്തിലൊന്നും അല്ലായിരുന്നു ഞാൻ. അപ്പം ഞാൻ നന്നായിട്ട് ഉഴപ്പുന്നുണ്ടായിരുന്നു. കൃത്യമായിട്ട് ധ്യാനമൊന്നും കൂടാറില്ല. പ്രേക്ഷിത പ്രവർത്തനമാണെങ്കിലും ചെയ്യുന്നുണ്ടായിരുന്നെങ്കിലും ഇപ്പം ചെയ്യുന്നത് പോലെ ഇത്രത്തോളം താല്പര്യത്തോടു കൂടി അല്ലായിരുന്നു അന്ന് ചെയ്തുകൊണ്ടിരുന്നത്. അമ്മ നിർബന്ധിച്ചിട്ടോ ആരെങ്കിലും ഒക്കെ പറഞ്ഞിട്ടാണ് എന്നെ ആരെങ്കിലും പുഷ് ചെയ്യണം, എന്തെങ്കിലുമൊക്കെ ചെയ്യണമായിരുന്നെങ്കിൽ. ബൈബിൾ വായിക്കലുണ്ടായിരുന്നില്ല, കൃത്യമായിട്ട് ധ്യാനം കൂടില്ല. പിന്നെ പ്രാർത്ഥന തന്നെ എനിക്ക് തോന്നുമ്പോൾ കൃത്യസമയത്തിന് എണീറ്റ് പ്രാർത്ഥിക്കില്ല. പലതും അതുകൊണ്ട് തടസ്സങ്ങൾ എന്ന് വെച്ചാൽ തടസ്സങ്ങളുടെ കൂമ്പാരമായിരുന്നു. ഞാൻ ഫസ്റ്റ് ഇൻ്റർവ്യൂ ഡൽഹി എയർപോർട്ടിൽ GMRന് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെനിക്ക് പിന്നെ ഡൽഹി ആയതുകൊണ്ടും വലിയ താല്പര്യമില്ലായിരുന്നു. പിന്നെ ഞാൻ കയറിയപ്പോൾ തന്നെ അവരെന്നെ ഔട്ടാക്കി കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ നാട്ടിൽ വന്നിട്ട് എനിക്കിവിടെ എവിടെയെങ്കിലും കിട്ടും എന്ന് വിചാരിച്ച് എൻ്റെ മെറിറ്റിൽ തന്നെ ഞാൻ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു നല്ലപോലെ. എന്നിട്ട് ഞാൻ നാട്ടിൽ വന്നിട്ട് ഞാൻ സൗത്ത് ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒക്കെ കിട്ടുമെന്ന് ഞാൻ കുറേ ട്രൈ ചെയ്തിട്ട് അവർ ഇൻ്റർവ്യൂവിന് വിളിക്കും. പക്ഷേ എന്നാൽ എന്നെ ഫസ്റ്റ് റൗണ്ടിൽ തന്നെ റിജക്റ്റ് ആക്കി കളയും. ഇല്ലേ, ഞാൻ അറ്റൻഡ് ചെയ്യുമ്പോൾ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒന്നും അല്ലായിരിക്കും അവിടെ നടക്കുക. ഇൻ്റർവ്യൂവിനായിട്ട് പോയിട്ട് ഞാൻ അവിടുന്ന് എക്സാം അറ്റൻഡ് ചെയ്യേണ്ട സാഹചര്യം അടക്കം വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു സംഭവം പോലും ഇല്ല ആ പ്രൊസീജിയേഴ്സിലൊന്നും. പക്ഷേ അൺഎക്സ്പെക്റ്റഡായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യേണ്ട വരുന്നു. അവിടുന്ന് അവർക്ക് ചെയ്ത് പ്രസൻറ്റേഷനൊക്കെ ചെയ്യാൻ വേണ്ടി അവർ റിക്വസ്റ്റ് ചെയ്യുന്നു. അപ്പോഴൊക്കെ ഞാൻ അവിടുന്ന് ഭയങ്കരമായിട്ട് നെർവസ് ആയിട്ട് ഒന്നും ഇല്ലാണ്ടായി. എൻ്റെ മെറിറ്റൊക്കെ എന്നെ 0-ൽ എത്തിച്ചു മാതാവ്. എന്നിട്ട് എനിക്ക് ആ ഒരു റിയലൈസേഷൻ തന്നു, മെറിറ്റ് കൊണ്ടിട്ട് ഒരിടത്തും എത്താനാവത്തില്ല. ഞാൻ എവിടേക്കാണോ ഉഴപ്പുന്നത്, ലാക്ക് ചെയ്യുന്നത് എവിടേക്കാണോ അവിടെയൊക്കെ എന്നെ പോയിൻ്റ് ഔട്ട് ചെയ്യിപ്പിച്ചു. എന്നോട് ഞാൻ ഉടമ്പടി കഴിഞ്ഞിട്ട് ഞാൻ പുതുക്കിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ മെയ് 18-ന് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു. എന്നിട്ട് ഞങ്ങൾ ജനുവരി 13-ന്, അതായത് ട്യൂസ്ഡേ ഞാൻ ഹൈദരാബാദിൽ ഇൻഡിഗോ എയർലൈൻസിൻ്റെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യലുണ്ടായി. അവിടെ ഞാൻ പോയപ്പം ഒത്തിരി കാൻഡിഡേറ്റ്സ് അവിടെ നിന്ന് തന്നെ റിജക്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് നോക്കുമ്പോൾ തന്നെ എന്നെക്കാട്ടും മെറിറ്റുള്ള കുറേ കാൻഡിഡേറ്റ്സ് അവിടെ ഉണ്ടായിരുന്നു. അവരൊക്കെ എൻ്റെ മുന്നിൽ നിന്ന് തന്നെ റിജക്റ്റ് ആയിക്കൊണ്ടിട്ട് ഞാൻ ഭയങ്കര നെർവസ് ആയിരുന്നു. പക്ഷേ അമ്മയുടെ കാശിരൂപവും അമ്മയുടെ നേർച്ച വസ്തുക്കളായ ഉപ്പും തൈലവും പൂശി ഞാൻ അവിടെ ചെന്നു. എന്നെ വിളിച്ചപ്പം തന്നെ ഞാൻ എൻ്റർ ചെയ്യുന്ന HR-ൻ്റെ റൂമിൽ അവിടെ 3 മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. അവരാണെങ്കിൽ നേവി ബ്ലൂ ഷർട്ടിൽ ആണ്, അവർ യൂണിഫോം നേവി. അപ്പം തന്നെ എനിക്ക് മനസ്സിലായി അമ്മേൻ്റെ പ്രസൻസ് അവിടെ എനിക്ക് കിട്ടി. പക്ഷെ ഞാൻ കയറുന്നതിന് മുന്നേ തന്നെ ഞാൻ ആ ഡോറിൻ്റെ സൈഡിൽ ആരും ചവിട്ടാത്തടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിട്ട് എൻ്റെ ഇൻ്റർവ്യൂ അമ്മയാണ് എടുക്കേണ്ടത് എന്ന രീതിയിൽ ഞാൻ നന്നായിട്ട് മനസ്സൊരുക്കി പ്രാർത്ഥിച്ചിട്ട് ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ അവിടെ എൻ്റർ ചെയ്യുന്നത്. അവിടെ എല്ലാവരോടും നല്ല ഡീറ്റെയിൽ ആയിട്ടാണ് കാര്യങ്ങൾ ചോദിക്കുന്നത്. പക്ഷേ എന്നോട് ജസ്റ്റ് അവർ ബേസിക് ആയിട്ട് എയർലൈൻ സെക്യൂരിറ്റി എന്താണ്, എന്തുകൊണ്ടാണ് നീ ഇത് ചൂസ് ചെയ്തത്, അതുപോലെ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് എൻ്റെ ബേസിക് ഡീറ്റെയിൽസ് മാത്രമാണ്. എൻ്റെ ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ പോലും അവർ മര്യാദയ്ക്ക് ചോദിച്ചിട്ടില്ല എന്നാണ് സത്യം. ഞാൻ ജസ്റ്റ് അവിടെ എൻ്റർ ചെയ്തു. ഞാൻ ചെറിയ കാര്യങ്ങൾ എന്നെക്കുറിച്ച് പറഞ്ഞിട്ട് എൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടൊക്കെ പറഞ്ഞിട്ടാണ് ഇറങ്ങിയത്. വേറെ ഒന്നും കൃത്യമായിട്ട് അവരോട് പറയേണ്ട ആവശ്യം വന്നില്ല.
അതിനുശേഷം വാറൊക്കെ ആയിട്ട് കുറേ പ്രോസസ്സും കാര്യങ്ങളെല്ലാം ഡിലേ ആയി. മെഡിക്കലാണെങ്കിലും എനിക്ക് ലങ്സ് ഇൻഫെക്ഷനും ആസ്മയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഡൽഹിയിലായിരുന്നു ഇൻറ്റേൺഷിപ്പൊക്കെ ചെയ്തത്. അതുകൊണ്ട് ഞാൻ ഭയങ്കര സിക്കായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ടൈമാണ്. അപ്പോൾ എനിക്ക് മെഡിക്കൽ ഫെയിൽ ആവുമെന്നൊക്കെ നല്ല പേടിയുണ്ടായിരുന്നു. അവിടെയും എന്നെ മാതാവ് നന്നായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്തു. അമ്മ മാതാവിൻ്റെ കൃപയാൽ ഞാൻ നാളെ പോവുകയാണ്. ഞാൻ ഡൽഹിയിലേക്ക് ട്രെയിനിങ്ങിന് പോവുകയാണ്. എനിക്ക് കിട്ടിയേക്കുന്ന ബേസ് ഹൈദരാബാദാണ്. ഞാൻ എയർലൈൻ സെക്യൂരിറ്റി സ്റ്റാഫായിട്ട് 10th ഇൻഡിഗോ എയർലൈൻസിൽ ജോയിൻ ചെയ്യുകയാണ്. എനിക്കതുപോലെ തന്നെ അമ്മയുടെ പ്രസൻസ് നല്ലപോലെ ഇങ്ങനത്തെ ടൈമിൽ ഫീൽ ചെയ്യാൻ പറ്റും. എനിക്ക് എന്തെങ്കിലും അപ്ഡേറ്റ് മെയിലിൻ്റെ കാര്യങ്ങളാണെങ്കിലും വരിക ട്യൂസ്ഡേയിലാണ് വരിക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു 7 എന്ന് പറയുന്ന ഡേറ്റ്, അല്ലെങ്കിൽ 3 മണിക്ക്, ഇതൊക്കെയായിരുന്നു എനിക്ക് കിട്ടിക്കൊണ്ടിരുന്ന അടയാളങ്ങൾ. പിന്നെ എന്ന് വെച്ചാൽ എൻ്റെ അണ്ടർ ആംസിൽ എനിക്കൊരു ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു, ഫംഗൽ ഇൻഫെക്ഷന്. അത് ഞാൻ ഇവിടെ വന്നിട്ട് കാണിക്കാത്ത ഡെർമറ്റോളജിസ്റ്റ് ഇല്ല. അവർ എനിക്ക് മരുന്ന് തരും, അപ്പോൾ കുറയും. പക്ഷേ അത് പിന്നെ വന്നുകൊണ്ടിരിക്കുക. മെഡിസിൻ തീർന്ന് പിന്നെ ഞാൻ റേസേഴ്സ് യൂസ് ചെയ്യുമ്പോൾ ആലം സ്റ്റോണോ അങ്ങനെ ഡിയോറൻറ്റോ എന്തെങ്കിലും യൂസ് ചെയ്താൽ അത് പിന്നെ വന്നുകൊണ്ടിരിക്കുക. അങ്ങനെ നല്ലതെന്ന് വെച്ചാൽ ഒരു വട്ടം കാണിക്കുമ്പോൾ തന്നെ ഒരു 5,000 മെഡിസിൻസിനാവുന്നത്. അപ്പം നമ്മൾ അത് ടാബ്ലറ്റ്സും ഇൻടേക്ക് ചെയ്യുന്നുണ്ട്, അത് ടോപ്പിക്കലായിട്ട് ഓയിൻമെൻറ്റ്സും എടുക്കുന്നുണ്ട്. പക്ഷേ എന്നിട്ടും അത് വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. അതിപ്പം ലാസ്റ്റ് മന്ത് എനിക്കത് ഇൻഫെക്ഷൻ അധികമായി എന്ന് വെച്ചാൽ എൻ്റെ അണ്ടർ ആംസ് എപ്പോഴും വെറ്റായിട്ടായിരിക്കും ഉണ്ടാവുക. ചെറിയ ബ്ലീഡിങ്ങും അവിടെ വാട്ടറും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് നല്ല ഡ്രസ്സ് വിയർ ചെയ്യാനും നല്ല ബുദ്ധിമുട്ടായിരുന്നു. പുറത്ത് ആൾക്കാർ കൂടുന്നിടത്ത് പോകാനും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് തന്നെ ഭയങ്കര ഓക്വേർഡായിട്ട് ഫീൽ ചെയ്യുമായിരുന്നു. അപ്പം ഞാനിങ്ങനെ മാതാവിനോട് സങ്കടപ്പെട്ട് ഇങ്ങനെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുമ്പോഴും ഒക്കെ ഞാനിങ്ങനെ ഉപ്പ് തൂത്തിട്ട് ഇങ്ങനെ പറയുമായിരുന്നു, അമ്മ മാതാവേ എന്തിനാണ് എന്നെ ഇങ്ങനെ ഇത്രയ്ക്കും സഹനം തരുന്നത്, അങ്ങനെയാന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ ഭയങ്കര ദയനീയമുണ്ട്. കാരണം ഈ ഉപ്പ് തൂക്കുമ്പം എന്ന് വെച്ചാൽ എൻ്റെ ജീവന് പോകുന്ന തുല്യമായിട്ടുള്ള പെയിനാണ്. കാരണം ഇത് അധികമായിട്ട് ഈ വൂൺസൊക്കെ വിടർന്നിങ്ങനെ നിൽക്കും. അതിൽ നിന്നാണ് ഈ ബ്ലീഡിങ്ങും വരുന്നതും വെള്ളവും വരുന്നതും. അപ്പം എനിക്കിത് പുറത്തേക്ക് പോകാനും ഡ്രസ്സ് ചെയ്ത് പുറത്തേക്ക് പോകാനും ഭയങ്കര ഡിസ്കംഫർട്ടാണ്. എനിക്ക് എന്താ പറയുക, ഇതെൻ്റെ മെഡിക്കലിനും ബാധിക്കുമല്ലോ. ഞാൻ എങ്ങനെയാണ് കുറേ പബ്ലിക്കുള്ള ആൾക്കാരുടെയൊക്കെ അടുത്ത് പോയിട്ട് സംസാരിക്കുക, അങ്ങനെയൊന്നും എനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ കോൺഫിഡൻസിനെയൊക്കെ അത് ബാധിച്ചിരുന്നു. അന്നേരം ഞാൻ ഇത് ഉപ്പ് തൂത്തിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ നിന്ന് ആരോ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, മാതാവ് പറയുന്ന പോലെ തന്നെ. മാതാവ് പറയും, എൻ്റെ മകൻ ക്രൂശിതനായപ്പം സഹിച്ച വേദനേൻ്റെ അത്രയും വരില്ലല്ലോ, അല്ലെങ്കിൽ ഞാൻ സഹിച്ച അത്രയും വേദന എൻ്റെ മകൻ ക്രൂശിതനായപ്പം ഞാൻ അനുഭവിച്ച അത്രയും വേദനയുടെ അത്രയും ആ വേദനയോട് അത്രയും വരില്ലല്ലോ എന്ന്. അപ്പത്തൊട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു, ഈശോപ്പൻ്റെ സഹനത്തോടെ എൻ്റെ വേദനയും ചേർത്ത് വെക്കണം എന്ന രീതിയിൽ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അതുപോലെ തന്നെ ഞാൻ ഡിഗ്രി BSc കെമിസ്ട്രിയാണ് കഴിഞ്ഞത്. അപ്പം ഞാൻ മാസ്റ്റേഴ്സ് ചെയ്തതാണ് എയർപോർട്ട് ഓപ്പറേഷൻസ്. അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ജോബാണ് എനിക്ക് കിട്ടിയത്. അപ്പം ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് വീട്ടിൽ കുറേ ഫിനാൻഷ്യൽ ഇഷ്യൂസും കാരണം ഞാൻ 1.5 years ഓൾമോസ്റ്റ് 2 years തന്നെ ഞാൻ ഒരു കരിയർ ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഹയർ സ്റ്റഡീസിന് പോകാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല, ഒരു ജോലി ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം നല്ല സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ബാക്കിയുള്ള വീട്ടിലെ പല പ്രശ്നങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് ഭയങ്കര വഴക്കൊക്കെ ആയിരുന്നു. ഒരു തരത്തിലും സമാധാനമില്ലാത്തൊരു ലൈഫായിരുന്നു എൻ്റെത്. എന്നും കരച്ചിലും പിടിച്ചിലും ദൈവത്തെ പഴിക്കലും, ഓരോന്നിനും ദേഷ്യമായിരുന്നു, എല്ലാത്തിനും ദേഷ്യമാണ്. ലൈഫ് ഇങ്ങനെ ആയതുകൊണ്ട് ജനിച്ചപ്പോൾ തൊട്ടുള്ള കഷ്ടപ്പാടാണെന്ന് പറഞ്ഞിട്ട് എന്നും പഴിചാരലും ഇങ്ങനെ പൊലമ്പിലും മാത്രമായിരുന്നു എൻ്റെ ലൈഫിൽ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഈ ഉടമ്പടി എടുക്കുന്നത്. ഫസ്റ്റ് എൻ്റെ വീട്ടിൽ ഉടമ്പടി എടുക്കുന്ന ചേട്ടനാണ്. പക്ഷെ അവന് പകരം ചെയ്തുകൊണ്ടിരുന്നത് പ്രേക്ഷിത പ്രവർത്തനമാണെങ്കിലും പ്രാർത്ഥനയായാലും എൻ്റെ അമ്മയും ഞാനുമാണ്. എന്നെ കൂടുതൽ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നത് കൃപാസന മാതാവാണ്. എൻ്റെ അമ്മയാണ് എന്നെ എപ്പോഴും പുഷ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് ഞാനും അമ്മയുമായിട്ട് കണക്റ്റഡ് ആവുന്നത്. അപ്പം എനിക്കെന്ന് വെച്ചാൽ ഈ ഹയർ സ്റ്റഡീസിന് പോകാൻ പറ്റാത്തതുകൊണ്ട്
ഹയർ സ്റ്റഡീസിന് പോകാൻ പറ്റാത്തതുകൊണ്ട് ഭയങ്കര സങ്കടമായിരുന്നു. കാരണം എൻ്റെ വീട്ടിൽ, എൻ്റെ ഫാമിലിയിൽ തന്നെ അന്ന് ഹയസ്റ്റ് എഡ്യൂക്കേഷനായിട്ട് ഡിഗ്രി കഴിഞ്ഞവർ ആരും ഉണ്ടായിരുന്നില്ല. അതുപോലെ എനിക്കാണ് കുറച്ചും കൂടെ പഠിക്കാനൊരു താല്പര്യം ഉണ്ടായിരുന്നത്. അപ്പം എൻ്റെ വീട്ടിൽ നിന്ന് വെച്ചാൽ ചേട്ടൻ ഡിഗ്രി ഡ്രോപ്പ് ചെയ്തു, അനിയൻ +2 കഴിഞ്ഞിട്ടൊന്നിനും പോയില്ല, ഞാൻ മാത്രമാണ് എന്നെ പഠിപ്പിച്ചുകൂടെ എന്ന് ചോദിക്കുന്നത്. അതുപോലും എൻ്റെ വീട്ടുകാർക്ക് പ്രൊവൈഡ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. അപ്പം എനിക്കിപ്പം PG ഒക്കെ ചെയ്യണമെങ്കിൽ പറയായിരുന്നു, നീ PSCക്ക് പോയിട്ട് ജോലി മേടിക്കുക, അല്ലെങ്കിൽ നിന്നെ കെട്ടിച്ചു വിടും, അല്ലെങ്കിൽ എന്താ പറയുക, എന്തെങ്കിലും പ്രൊഫഷണൽ കോഴ്സ് നോക്കാൻ. അപ്പം എനിക്ക് BSc കെമിസ്ട്രി പഠിച്ചതുകൊണ്ട് എനിക്കിങ്ങനെ പഠിച്ചിട്ട് പോകണം, പഠിച്ച് എനിക്ക് PhD ഒക്കെ ചെയ്യണം, അല്ലെങ്കിൽ ഒരു കോളേജ് ലെക്ചർ ആവണം, അതിനുള്ള സാമ്പത്തികം ഒന്നുമില്ല. BSc കെമിസ്ട്രി പഠിച്ചിട്ട് എന്ത് പ്രൊഫഷണൽ കോഴ്സിലേക്കാണ് ഞാൻ സ്വിച്ച് ചെയ്യേണ്ടതെന്ന് ഒന്നും അറിയാത്ത എൻ്റെ ലൈഫ് ഫുള്ള് സ്റ്റക്കായിട്ട് നിൽക്കുന്ന ടൈമിലാണ് ഞാൻ ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുക്കുന്നത്. എന്നിട്ട് ഞാൻ ഒരു സെൻട്രൽ ഗവൺമെൻറ് യൂണിവേഴ്സിറ്റിയിലേക്ക് അപ്ലൈ ചെയ്യാണ്. എൻട്രൻസ് എഴുതിയിട്ടും അതിൽ റാങ്ക് തീരെ ഇല്ലായിരുന്നു. എന്നിട്ടും എൻ്റെ മെറിറ്റ് കൊണ്ടല്ലാണ്ട്, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗോഡ്സ് ഗ്രേസ്, എനിക്ക് അവിടെ അഡ്മിഷൻ ലഭിച്ചു. ഞാൻ രാജീവ് ഗാന്ധി നാഷണൽ ഏവിയേഷൻ യൂണിവേഴ്സിറ്റിയിലാണ് മാസ്റ്റേഴ്സ് ചെയ്തത്, ലക്നൗവിൽ. അവിടെ നിന്ന് വെച്ചാൽ ആകെ 26 സ്റ്റുഡൻസിനെ സീറ്റുള്ളൂ. അതിൽ ഒരു കാൻഡിഡേറ്റ് ആയിരുന്നു ഞാൻ. അപ്പം കേരളത്തിൽ നിന്ന് തന്നെ 2 ആളെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അവിടെ ഞാൻ പഠിച്ചു. അവിടെ പഠിപ്പിക്കുന്ന ഫാക്കൽറ്റീസ് എന്നൊക്കെ വെച്ചാൽ വലിയ വലിയ എയർപോർട്ടൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്ത അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിലും ഡയറക്റ്റ് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യൻ്റെ സ്റ്റാഫുകളൊക്കെ ആയിരുന്നു. അങ്ങനെ വലിയ എക്സ്പോഷറൊക്കെ എനിക്ക് കിട്ടി. പക്ഷേ അവിടുത്തെ കൾച്ചറും അവിടുത്തെ വെതറും ഇതൊക്കെ ആയിട്ട് പൊരുത്തപ്പെടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഞാൻ ഉടമ്പടി ഉഴപ്പിയതിൻ്റെ ഭാഗമായിട്ട് എല്ലാം വിട്ടു. അതനുസരിച്ച് എനിക്ക് അവിടെ നിന്ന് തിരിച്ചടി കിട്ടാൻ തുടങ്ങി. എന്നാലും ഞാൻ ആ കാര്യം വിട്ടു. അതിനുശേഷം ഞാൻ ഇൻറ്റേൺഷിപ്പിനായിട്ട് ഡൽഹിയിലേക്ക് പോകേണ്ട വന്നു. അവിടെയായിരുന്നു എനിക്ക് ശരിക്കും പറഞ്ഞാലുള്ള സ്ട്രഗിൾ. ഞാൻ എങ്ങനെയാന്ന് വെച്ചാൽ രാവിലത്തെ പ്രാർത്ഥനയ്ക്ക് എണീക്കാത്തൊരു വ്യക്തിയാണ്. പക്ഷേ എൻ്റെ റിപ്പോർട്ടിംഗ് ടൈം എന്ന് വെച്ചാൽ 7:30 എന്ന് പറഞ്ഞാൽ ഞാൻ 2 മെട്രോ കയറിയിട്ട് ഞാൻ 7 മണിക്കെങ്കിലും അവിടെ ബ്രീഫിങ്ങിന് മുമ്പ് റിപ്പോർട്ട് ചെയ്യണം. ഈ 7 മണിക്ക് റിപ്പോർട്ട് ചെയ്യേണ്ട ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും. ഡേ ഷിഫ്റ്റ് ആണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാകണം. അതുപോലെ തന്നെ ലഞ്ച് ഇത് പ്രിപ്പയർ ചെയ്ത് ഞാൻ എടുത്തിട്ട് പോയിട്ടുണ്ടാവണം. അപ്പം ഞാൻ 4 മണിക്ക് മുന്നേ എണീക്കണം. എന്നിട്ട് ഞാൻ ഗ്രൂമിങ് ഒക്കെ എല്ലാം ചെയ്തിട്ട് വേണം എയർപോർട്ടിൽ റിപ്പോർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതെനിക്ക് തീരെ പറ്റുണ്ടായിട്ടില്ല. പിന്നെ അവിടുത്തെ സ്റ്റാഫ്സ് ആണെങ്കിലും അവർ തീരെ നല്ല രീതിയിൽ കോപ്പറേറ്റ് ചെയ്യുന്നവരൊന്നും അല്ലായിരുന്നു. അവരുടെ കുറേ നോർത്ത് ഇന്ത്യൻസ് ആണ്, പല സ്റ്റേറ്റ്സിൽ നിന്നുള്ളവരാണ്. അവരുടെ ഭാഗത്തു നിന്ന് കുറേ മിസ്ബിഹേവിയർ കാരണം കുറേ പ്രശ്നങ്ങൾ വന്നു. അപ്പം ഞാൻ ഞാൻ അത് ഡ്രോപ്പ് ചെയ്തിട്ട് വരാമെന്ന് ഇരുന്നതാണ്. അപ്പം ഞാൻ വിളിച്ച് കരയുമായിരുന്നു, അമ്മേ നിങ്ങൾക്ക് എൻ്റെ ജീവിതമാണോ വലുത്, അല്ലെങ്കിൽ ഈ ഇൻറ്റേൺഷിപ്പാണോ, അല്ലെങ്കിൽ ഈ ജോലിയാണോ വലുത്, ഞാനിവിടെ ഇരുന്നാൽ ചത്തുപോകും എന്നുള്ള രീതിയിൽ ഞാൻ നിത്യവും വിളിച്ച് കരയുമായിരുന്നു. അങ്ങനെ അമ്മ നിത്യവും കരഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് അമ്മ മാതാവ് എന്നെ ഉയർത്തി. ഞാൻ നല്ല രീതിയിൽ തന്നെ ഡൽഹിയിൽ എൻ്റെ ഇൻറ്റേൺഷിപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചു. അതിനുശേഷം ഞാൻ വീണ്ടും നാട്ടിൽ വന്നിട്ട് 1.5 ഇയർ കരിയർ ഗ്യാപ്പ് വന്നു. അപ്പോഴാണ് എനിക്ക് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെട്ടത്. കാരണം ഞാൻ ഉടമ്പടി എടുത്താലും ഉഴപ്പി എന്നെ തന്നെ ഞാൻ താഴ്ത്തി ഒരു തരത്തിലും എനിക്ക് ദൈവം ഓരോ തവണയും അവസരങ്ങൾ തരുമായിരുന്നു രക്ഷപ്പെടാനായിട്ടുണ്ട്. പക്ഷെ ഞാൻ ആ അവസരങ്ങളെല്ലാം ഞാൻ തന്നെ അത് ഇല്ലാതാക്കുമായിരുന്നു. എന്നിട്ട് ഞാൻ സൗത്ത് ഇന്ത്യയിൽ എവിടെയെങ്കിലും കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഞാൻ മംഗളൂർ എയർപോർട്ടിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. പക്ഷേ എനിക്ക് അവിടെ നിന്ന് റിജക്ഷനാണ് കിട്ടിയത്. അതുപോലെ ചെന്നൈയിൽ അറ്റൻഡ് ചെയ്തു. ചെന്നൈയിൽ എന്ന് വെച്ചാൽ ഒരു 3rd പാർട്ടീൻ്റെ അണ്ടറിലാണ് ഞാൻ പോയത്. അവിടെ എനിക്ക് തീരെ സാലറി ഉണ്ടായിരുന്നില്ല, അവിടെയും പോകാൻ പറ്റിയില്ല. പിന്നെ വാറൊക്കെ ആയിട്ട് ഹയറിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ എനിക്ക് എല്ലാ വാതിലും അടഞ്ഞു നിൽക്കവേ ജനുവരി 13 ആണ് ഇൻഡിഗോൻ്റെ ഇൻ്റർവ്യൂ വന്നത്. അത് ഹൈദരാബാദിൽ വെച്ചിട്ടാണ്. ഹൈദരാബാദിൽ ഞാൻ പോയി അവിടെ വിശ്വാസ പ്രമാണം ചൊല്ലി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് അവിടെ നിന്ന് കിട്ടി. കിട്ടിയതിന് ശേഷം ഞാൻ വീണ്ടും ഉഴപ്പിയതിൻ്റെ ഫലമായിട്ട് പിന്നെയും വാറിൻ്റെ ഇതൊക്കെ ആയിട്ട് നല്ലപോലെ ഡിലേ ആയി, ലാഗായി.
അപ്പം പിന്നെ എൻ്റെ മെഡിക്കലിലെ ഇഷ്യൂ, എനിക്ക് ആസ്മേൻ്റെയും ലങ്സ് ഇൻഫെക്ഷനും ഒക്കെ ആയിട്ട് ഞാൻ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടി വന്നു. അങ്ങനെ എനിക്ക് ഇതെല്ലാം കയ്യിൽ നിന്ന് പോയി, ഹോൾഡ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. അവർ ഞങ്ങളുടെ റിസൾട്ട് പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നില്ല, ഹോൾഡ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. കയ്യിൽ നിന്ന് പോയി, എല്ലാം പോയെന്ന് നിൽക്കുമായിരുന്നു. അങ്ങനെയായിരുന്നു ജൂലൈ, അതായത് 7-ാം മാസം എനിക്ക് പതുക്കെ പതുക്കെ ഓരോ അപ്ഡേറ്റ് കിട്ടിത്തുടങ്ങി. അന്നേരം ഞാൻ മെയ് 18 ഉടമ്പടി പുതുക്കി, ഓൺലൈൻ ഉടമ്പടി പുതുക്കി. ഞാൻ ധ്യാനം കൂടാൻ തുടങ്ങി, ഞാൻ ബൈബിള് വായിക്കാൻ തുടങ്ങി. ഞാൻ എവിടേക്കാണോ ഞാൻ ലാക്ക് ചെയ്തത് അതൊക്കെ ഞാൻ തിരിച്ചു പിടിച്ചുകൊണ്ട് നല്ല രീതിയിൽ ഉടമ്പടിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അതിൻ്റെ ഫലമായിട്ട് എനിക്ക് പെട്ടെന്നായിരുന്നു എല്ലാം, എൻ്റെ മെഡിക്കലും എല്ലാം പെട്ടെന്നായി. എൻ്റെ ഓൺ ബോർഡിങ് പ്രോസസ്സ് തുടങ്ങി. വിത്തിൻ 4-5 ഡേയ്സിൽ എനിക്ക് ടിക്കറ്റ് വന്നു. ഞാൻ നാളെ പോവുകയാണ് ഡൽഹിയിലേക്ക്. അപ്പം എനിക്ക് ഫ്ലൈറ്റ് ടിക്കറ്റും അക്കോമഡേഷനൊക്കെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത്രയും നല്ലൊരു അവസരവും തന്ന ദൈവമാതാവിനും ഈശോപ്പച്ചനും കോടാനുകോടി നന്ദി. അതുപോലെ തന്നെ എൻ്റെ അമ്മയും ഉടമ്പടി എടുത്തിട്ടുണ്ട്. അപ്പം അമ്മയ്ക്ക് കിട്ടിയ അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ, അമ്മയ്ക്ക് സിബിൽ സ്കോർ ഇല്ലായിരുന്നു, അതുകൊണ്ട് ലോൺ ഒരിടത്തുനിന്നും കിട്ടത്തില്ലായിരുന്നു. അപ്പം ഞങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതാണ്, പപ്പയ്ക്ക് മഴയൊക്കെ ആയതാണ്, പണി ഇല്ലാത്തതുകൊണ്ടും ഞങ്ങൾക്ക് ലോണ് കിട്ടാത്തതുകൊണ്ടും കുറേ അടവുകളുണ്ട്, EMI ഒക്കെ ഉണ്ട്, എല്ലാം പെൻഡിങ് ആവും. അപ്പോൾ ബൗൺസ് ചെയ്യുമ്പോൾ കുറേ അതിൻ്റെ പെനാൽറ്റി ചാർജസ് ഒക്കെ ആയിട്ട് നല്ലൊരു എമൗണ്ട് വരുമായിരുന്നു. അപ്പം ഞങ്ങൾക്കത് താങ്ങാവുന്നതിലപ്പുറമാണ്. അപ്പം ഞങ്ങൾ ഒരു ലോൺ എടുത്തിട്ടാണ് മറ്റൊരു ലോൺ അടയ്ക്കുന്നത്. ആ ഒരു അവസ്ഥയിൽ എത്തിപ്പെട്ട് ഒരു വഴിയും ഇല്ലാണ്ടിരുന്നപ്പം ഞങ്ങൾക്ക് അമ്മേൻ്റെ സിബിൽ സ്കോർ ഇല്ലാഞ്ഞിട്ട് പോലും അമ്മയ്ക്ക് ഐഡൻറ്റി കാർഡ് വെച്ചിട്ടാണ് അവർ ഡോക്യുമെൻറ്റേഷനൊക്കെ ചെയ്തിട്ട് ലോൺ അപ്രൂവ് ആയിട്ട് ലോൺ കിട്ടിയത്. ആ കൃത്യസമയത്ത് ലോൺ തന്ന് അമ്മ മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ ഞാൻ 7th സ്റ്റാൻഡേർഡ് പഠിക്കുന്നവരെ ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ഭവനമില്ലായിരുന്നു. അപ്പം ഞങ്ങൾ വാടകയ്ക്കായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഞങ്ങൾക്ക് ഭവനം ഇല്ലാത്തതുകൊണ്ട് ഉള്ള ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് പണ്ട് മുതലേ അറിയാമായിരുന്നു. അങ്ങനെ ഓരോ വീടും ഇങ്ങനെ മാറി പോകുമ്പോഴും അല്ലെങ്കിൽ ആ വീട്ടുടമ ഇറങ്ങി പോകാൻ പറയുമ്പം ഞങ്ങൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്, മാനസിക വിഷമത, അതെല്ലാം കാരണം ഞങ്ങൾക്ക് ഒരു സ്വന്തമായിട്ടുള്ള വീട്, ഇപ്പം വെച്ച വീട് പണി പൂർത്തിയായിട്ടില്ലെങ്കിലും ആ വീട് വിൽക്കണം എന്നുള്ള ഒരു താല്പര്യമില്ല. അത് ജപ്തി നടപടീൻ്റെ ഭീതിയിലാണെങ്കിലും ഞങ്ങൾക്ക് വീട് വിൽക്കണം എന്ന് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ പപ്പ ഈ കടബാധ്യതകളെല്ലാം കാരണം ഞങ്ങൾക്ക് ഹയർ സ്റ്റഡീസിന് പോകാൻ പൈസ ലോൺ ഇല്ലാണ്ടാണ് എനിക്ക് മാതാവ് നടത്തി തന്നത്. അത് പലരിലൂടെയും, കുടുംബക്കാരാണെങ്കിലും നാട്ടുകാരാണെങ്കിലും അയൽക്കാരും എല്ലാവരും കൂടെ ഞങ്ങൾക്ക് കടമായിട്ട് പൈസയൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് ഫീസ് അടയ്ക്കാൻ പൈസ ആ സമയം ഞങ്ങൾക്ക് മാതാവ് സംഘടിപ്പിച്ച് തന്നു. അവർക്ക് തിരിച്ചു കൊടുക്കാനുള്ള സമയമായി ഞാൻ തിരിച്ചു വന്നപ്പോഴത്തേക്ക്. അപ്പം ഈ പൈസ തിരിച്ചു കൊടുക്കാൻ ഓരോരുത്തരും വന്ന് പ്രഷർ ചെയ്യുമ്പം, എനിക്കാണെങ്കിൽ ജോലി കിട്ടിയില്ല, പ്രഷർ ചെയ്യുമ്പം ആ പ്രഷർ പപ്പ ഞങ്ങളോടാണ് കാണിച്ചിരുന്നത്. പുള്ളിക്കാരൻ നന്നായിട്ട് ദേഷ്യപ്പെടുമായിരുന്നു, വീട്ടിലൊരു സമാധാനം ഇല്ലായിരുന്നു, എന്നും വഴക്കായിരുന്നു. അന്നേരം പപ്പ പറയും വീട് വിൽക്കണം എന്ന്. അങ്ങനെ വീട് വിൽക്കാൻ ആൾക്കാരെന്നും വരും, കച്ചവടക്കാർ ഓരോരുത്തർ വരും. പക്ഷെ ഓരോ കാരണങ്ങളും പറഞ്ഞിട്ട് ഈ കച്ചവടം മുടങ്ങിപ്പോവും. അതുപോലെ ജപ്തി നടപടീൻ്റെ ഭാഗമായിട്ട് വീട് ജപ്തി ചെയ്യാൻ കുറച്ച് ഓഫീസേഴ്സ് വന്നു. പക്ഷെ അവർ വന്നിട്ട് അഡ്രസ്സ് തെറ്റാണെന്ന് പറഞ്ഞിട്ട് അവർ തിരിച്ചു പോവുകയാണ് ഉണ്ടായത്. അങ്ങനെ ഞങ്ങളെ മാതാവ് ജപ്തി നടപടികളിൽ നിന്നും മറ്റ് കച്ചവടക്കാരിൽ നിന്നും ഞങ്ങളുടെ വീട് അമ്മ മാതാവ് സംരക്ഷിച്ചിട്ടുണ്ട്. അതുപോലെ അമ്മയ്ക്കും തൊണ്ടയിലൊരു ചെറുതായിട്ടൊരു തടിപ്പുണ്ടായിരുന്നു. തൈറോയിഡിൻ്റെ ലക്ഷണങ്ങളാണെന്ന് എല്ലാവരും പറഞ്ഞു കാണിച്ചു. തൈറോയിഡ് ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം തൈലം ഉപയോഗിച്ചിട്ടും ഉപ്പും ഉപയോഗിച്ചിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. എന്നും ഞങ്ങൾ രാവിലെ ആദ്യം കഴിക്കുന്നത് ഉപ്പാണ്. രാവിലെ ഡെയിലി ബ്രെഡ് കൂടുമ്പോൾ ഞങ്ങൾ ഉപ്പ് കഴിക്കും. അപ്പം ആ ഉപ്പ് പ്രയോഗിച്ചതിലൂടെ അമ്മയുടെ അനുഗ്രഹത്താൽ അമ്മേൻ്റെ ആ തടിപ്പ് മാറിക്കിട്ടി. അങ്ങനെ കുറേ രോഗസൗഖ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഞങ്ങൾ അവിടെ നാട്ടിലൊരു ഓൾഡ് ഏജ് ഹോം ഉണ്ട്. അവിടെ ഞങ്ങൾ അമ്മച്ചിമാരെയൊക്കെ കാണാൻ പോവും, അവരോട് സംസാരിക്കും. പിന്നെ അവിടെ വേണ്ട സാധനങ്ങൾ മേടിച്ചു കൊടുക്കും, പൈസ കൊടുക്കും. അതുപോലെ തന്നെ പൊതിച്ചോറ് കൊടുക്കും മെഡിക്കൽ കോളേജിൽ. പിന്നെ റോഡരികിലിരിക്കുന്ന ആൾക്കാർക്ക്, വിശക്കുന്നവർക്ക് ഞങ്ങൾ അങ്ങനെ ഭക്ഷണം കൊടുക്കും. വീട്ടിലിപ്പം ഭിക്ഷ യാചിച്ച് വരുന്നവരോ ആർക്കെങ്കിലും ആണെങ്കിൽ അവർക്ക് പൈസയും കൊടുക്കും. അവർക്ക് ഞങ്ങൾ ഭക്ഷണമാണെങ്കിൽ ഭക്ഷണമായിട്ട് കൊടുക്കും. അതുപോലെ തന്നെ ഞങ്ങൾ
ഈ നമ്മൾ ഈ ഓൺലൈനിൽ സോഷ്യൽ മീഡിയാസിലൊക്കെ കുറേ രോഗികളെ സഹായിക്കാനും അങ്ങനെയൊക്കെ പല ഇതിലും അവർ പൈസ പിരിക്കുന്നില്ലേ, അതിൻ്റെ QR കോഡ് കാണി സ്ക്രീൻഷോട്ട് എടുക്കുകയും അതിലേക്ക് പേയ്മെൻറ്റ് നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ സഹായം ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ എല്ലാവരോടും പത്രം കൊടുക്കുമ്പോൾ ഞങ്ങൾ പ്രത്യേകിച്ച് ഞങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങളും കൃപകളും എല്ലാം പറഞ്ഞ് ഞങ്ങൾ ബസ് സ്റ്റാൻഡുകളിലും പിന്നെ ഹോസ്പിറ്റലിലും അതുപോലെ ട്രെയിനിലും എല്ലാവരോടും ഞങ്ങൾ പറഞ്ഞ് പത്രം കൊടുക്കാറുണ്ട്. എൻ്റെ ഈശോപ്പായ്ക്കും അമ്മ മാതാവിനും കോടാനുകോടി നന്ദികൾ ഞാനിവിടെ അർപ്പിക്കുന്നു. അമ്മ ചെയ്തു തന്ന എല്ലാ നന്മയ്ക്കും അമ്മയ്ക്ക് കോടാനുകോടി നന്ദി. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 33-ാം അധ്യായം 3-ാം തിരുവചനം. എന്നെ വിളിക്കുക, ഞാൻ മറുപടി നൽകും. നിന്റെ ബുദ്ധിക്ക് അതീതമായ മഹത്വം നിഗൂഢവുമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരും. അഭിഷ എന്ന ഈ മകൾ അമ്മയോടൊപ്പം വന്ന് പ്രത്യക്ഷീകരണ സാക്ഷ്യമേറ്റു പറയുന്നത് തൻ്റെ യോഗ്യതകൾക്ക് തനിക്ക് യാതൊരു യോഗ്യതകളും ഇല്ലാതിരുന്ന ഒരവസ്ഥയിൽ പരിശുദ്ധ അമ്മ എങ്ങനെയാണ് ഇവരുടെ കുടുംബത്തിന് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കുകയും ഒരു വലിയ ജോലിയുടെ നിലയിലേക്ക് ഇൻഡിഗോ എയർലൈൻസിൽ ജോലി നൽകി അനുഗ്രഹിക്കുകയും അതുപോലെ തന്നെ ഇവരുടെ വീട് നഷ്ടപ്പെടും, ജപ്തി ചെയ്തു പോകും എന്നുള്ള ഒരവസ്ഥയിൽ പരിശുദ്ധ അമ്മ ആ വീടിൻ്റെ അവരന്വേഷിച്ചു വന്ന വീടിൻ്റെ അഡ്രസ്സ് കാണാനില്ല എന്ന് പറഞ്ഞ് മറ്റുള്ളവർ അധികാരികൾ തിരിച്ചുപോയി അവരുടെ വീട് ഇന്നും ജപ്തിയിലല്ലാതെ അവർക്ക് ആ വീട്ടിൽ തന്നെ താമസിക്കാനുള്ള വലിയ അനുഗ്രഹം നൽകിയതിനെക്കുറിച്ചും ഈ മകൾ ഇവിടെ ഏറ്റു പറയുകയുണ്ടായി. എല്ലാ സമയത്തും പരിശുദ്ധ അമ്മയുടെ അടയാളങ്ങളോടുകൂടി ഒന്നുകിൽ അതൊരു 7 എന്ന നമ്പറിൽ ദിവസമോ അല്ലെങ്കിൽ മാസമോ അല്ലെങ്കിൽ 7 മണിക്കൂറോ അല്ലെങ്കിൽ 2:30 എന്ന സമയം, ഇങ്ങനെ എപ്പോഴും പരിശുദ്ധ അമ്മയുടെ അടയാളങ്ങളോടുകൂടിയാണ് ഇവരുടെ ജീവിതത്തിൽ എപ്പോഴും അത്ഭുതങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ ഒരിക്കലും ഇവിടെ പറയുകയുണ്ടായി, നിങ്ങൾ ഒന്നാമതായി ഉടമ്പടി ചെയ്യുമ്പോൾ അത് വർക്ക് ചെയ്യുന്നത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കും. അതൊക്കെയാണ് നമ്മുടെ വീട്, ജോലി, വിവാഹം, അങ്ങനെയുള്ള അനുഗ്രഹങ്ങൾ. രണ്ടാമത് നമ്മൾ പുതുക്കുമ്പോൾ നമുക്ക് പരിശുദ്ധ അമ്മയുടെ പ്രസൻസ് ഫീൽ ചെയ്യാൻ തുടങ്ങും. അതാണ് ഇവൾക്കെപ്പോഴും പരിശുദ്ധ അമ്മയുടെ ആ സാമീപ്യം അനുഭവിക്കാൻ തുടങ്ങി എന്ന് അഭിഷയുടെ ഏറ്റു പറയുകയുണ്ടായി. മൂന്നാമത് നമ്മൾ ഉടമ്പടി പുതുക്കുമ്പോൾ അച്ഛൻ പറഞ്ഞതാണ് കമ്മ്യൂണിക്കേഷനിൽ വർക്ക് ചെയ്യുമെന്ന്. പരിശുദ്ധ അമ്മയോടും ഈശോയോടും നമുക്ക് മനോഹരമായി സംഭാഷിക്കാനും ഈശോയോടും പരിശുദ്ധ അമ്മയോടുള്ള വിശ്വസ്തത ഏറ്റുപറയുവാനും എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ഈശോയെ വിട്ടുപിരിയില്ല എന്ന് പരിശുദ്ധ അമ്മയോട് പറയാൻ മാത്രമുള്ള ഒരു വലിയ ഉറപ്പ് നമുക്ക് ലഭിക്കുന്നത് ഈ ഉടമ്പടിയിലൂടെയാണ്. അഭിഷയ്ക്ക് ഒരു വലിയ അനുഗ്രഹമാണ്. എപ്പോഴും ലങ്സ് ഇൻഫെക്ഷനും അതുപോലെ തന്നെ ആസ്മ അസുഖം ഒക്കെ ഉണ്ടായിരിക്കുമ്പോഴും മെഡിക്കൽ പാസ്സായി ഇന്ന് ഒരു വലിയ ജോലിയിൽ പ്രവേശിക്കാൻ 10-ാം തീയതി മകൾ പോവുകയാണ്. നമുക്കെപ്പോഴും പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് നാളെയാണ് ഈ മകൾ ജോലിക്കായി ഇൻഡിഗോ എയർലൈൻസിലേക്ക് പോകുന്നത്. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി ഈ സാക്ഷി നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.